ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലില്ലാത്ത ബീഫ് കഷ്ണങ്ങൾ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബീഫ് കഷ്ണങ്ങളും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി തന്നെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 7-8 വിസിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 8 വിസിലായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇപ്പോൾ തന്നെ തുറക്കരുത്. ഇതിലുള്ള മുഴുവൻ പ്രഷറും പോയിട്ട് വേണം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിതൊന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തിന്നായിട്ട് വേണം നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ തിന്നായിട്ട് തന്നെ ബീഫൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച ബീഫ് സ്റ്റോക്കിൽ നിന്ന് 2 സ്പൂൺ ബീഫ് സ്റ്റോക്കും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുത്ത് ഇതിലേക്ക് ഈ മസാല നന്നായിട്ട് തന്നെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ ബീഫ് കഷ്ണത്തിലും നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടണം നമുക്ക്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ ബീഫ് കഷ്ണങ്ങളും ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബീഫ് കഷ്ണങ്ങളും ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ ഒരു വശം കുക്കായി കിട്ടാൻ ഏകദേശം 1 മിനിറ്റ് വേണം. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ മറ്റേ സൈഡും വേവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ ബീഫിലൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ 2 സൈഡും കുക്കായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ മറക്കാതെ തന്നെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.